ഇന്ത്യയിലെ നടപ്പു സാമൂഹിക രീതികളെ തുറന്നുകാട്ടുന്ന സ്ത്രീപക്ഷ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഹിന്ദി ഭാഷയിൽ ഇറങ്ങിയ ചലച്ചിത്രമാണ് ലാപ്പത്ത ലേഡീസ് അഥവാ കാണാതായ സ്ത്രീകൾ. കല്യാണം കഴിഞ്ഞ് ബന്ധുക്കൾ മടങ്ങിയ ശേഷം 2-3 ദിവസം വധുഗൃഹത്തിൽ താമസിച്ച ശേഷമാണ് നവവരനായ അയാൾ ഗ്രാമത്തിലെ തന്റെ വീട്ടിലേക്ക് മടങ്ങുന്നത്. തന്റെ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അർദ്ധരാത്രി വധുവിന്റെ കൈ പിടിച്ച് അയാൾ ഇറങ്ങുകയാണ്. മര്യാദയ്ക്ക് പരസ്പരം മിണ്ടി പറഞ്ഞിരുന്നിട്ട് കൂടിയില്ല. മറ്റാരുടെയോ പെണ്ണിനെയാണ് കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നത്. കഷ്ടകാലത്തിന് അതേ കമ്പാർട്ട്മെന്റിൽ അടുത്തടുത്തായി ചുവന്ന സാരിയിൽ മൂടുപടമിട്ട് വേറെയും നവദമ്പതികൾ ഉണ്ടായിരുന്നു. ട്രെയിൻ യാത്രക്കിടെ ഭർത്താവിന്റെ വീടുകളിലേക്ക് തിരിച്ചു പോകുമ്പോൾ പരസ്പരം മാറിപ്പോകുന്ന 2 യുവവധുക്കളുടെ കഥയാണ് ലാപ്പത്ത ലേഡീസ് പറയുന്നത്. നിർമ്മൽ പ്രദേശ് എന്ന സാങ്കല്പിക ഗ്രാമമാണ് സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. പുരുഷാധിപത്യത്തിന്റെ മൂടുപടം ഉയർത്തി സംസാരിച്ചു തുടങ്ങുന്നുവെന്നതാണ് സിനിമയിലെ രാഷ്ട്രീയം. ഉത്തരേന്ത്യൻ ഗ്രാമീണ പശ്ചാത്തലത്തിൽ കൃഷിയും സംസ്കാരവും വിദ്യാഭ്യാസവും സ്ത്രീ അവകാശങ്ങളും ചർച്ച ചെയ്യുന്ന മികച്ച നിലവാരം പുലർത്തുന്ന ഒരു കൊച്ചുചിത്രം. മൂടുപടം സിനിമയിലുടനീളം ഒരു കഥാപാത്രമായി നിലകൊള്ളുന്നുണ്ട്. സ്വാഭാവിക നർമ്മത്തിലൂടെ ലിംഗസമത്വവും സ്ത്രീകളോടുള്ള സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും ഒരിക്കലും മാറാത്ത കാഴ്ചപ്പാടുകളും ചർച്ച ചെയ്യുന്നു. കിരൺ റാവുവാണ് ചിത്രം സംവിധാനം ചെയ്തത്. സൂപ്പർ താരങ്ങളോ കോടികൾ മുടക്കിയ സെറ്റോ ത്രസിപ്പിക്കുന്ന സംഘട്ടനമോ ഒന്നുമില്ല. വളരെ സാധാരണമായ എവിടെയും സംഭവിക്കാവുന്ന ഒരു കൊച്ചു കഥയെ മികച്ച ആഖ്യാനത്തിലൂടെ ആവിഷ്കരിച്ചു വിജയിപ്പിക്കുന്നിടത്താണ് സിനിമ വേറിട്ട് നിൽക്കുന്നത്. സാധാരണക്കാരിൽ സാധാരണക്കാരായ ഗ്രാമീണ സ്ത്രീകളും ഭരണഘടന നൽകുന്ന അവകാശങ്ങളുടെ ഉടമകളാണെന്നും അവ തടയാൻ ആർക്കും സാധ്യമല്ലെന്നും കാണിച്ചു കൊടുക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ. അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ലളിതമായ കഥ പറച്ചിലിലൂടെ കുടുംബത്തിനകത്തെ സ്വരച്ചേർച്ചയും ചേർച്ചയില്ലായ്മയും വരച്ചു കാണിക്കുന്നു. ആക്ഷേപഹാസ്യത്തിന്റെ ചടുലമായ ആഖ്യാനത്തിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ചിരിക്കാനും അതിലേറെ ചിന്തിക്കാനും ഏറെയുണ്ട് ചിത്രത്തിൽ. നർമ്മത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന റാം സമ്പത്തിന്റെ പശ്ചാത്തല സംഗീതവും ഗ്രാമത്തിന്റെ ദൃശ്യഭംഗിയും ഒപ്പിയെടുക്കുന്ന വികാസ് നോലക്കായുടെ ഛായാഗ്രഹണവും ആകർഷണീയമാണ്. ബിപ്ലബ് ഗോസ്വാമിയുടെ കഥയെ അടിസ്ഥാനമാക്കി സ്നേഹ ദേശായിയാണ് തിരക്കഥ രചിച്ചത്. ജയ എന്ന കഥാപാത്രം അവതരിപ്പിച്ച പ്രതിഭ രന്ത മികച്ച അഭിനയം കാഴ്ചവെച്ചു. നിതാൻഷി ഗോയൽ, സ്പർശ് ശ്രീവാസ്തവ്, ഛായ കദം, രവി കിഷൻ എന്നിവരാണ് മറ്റു അഭിനേതാക്കൾ.